കഥകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ കൂട്ടുകാർക്കായി ഞാൻ പഴയ ഒരു ഓർമ്മ പങ്കുവയ്ക്കട്ടെ. ഞങ്ങളുടെ സജിത ചേച്ചിയുടെയും ബിജുവണ്ണൻ്റെയും കല്യാണ സമയം. സജിത ചേച്ചി എൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മകളാണ്. ബിജുവണ്ണൻ എൻ്റെ മാമൻ്റെ മകനും. അന്ന് മൂത്തമ്മ കല്യാണം വിളിക്കാൻ വന്നപ്പോൾ അച്ഛൻ തമാശയായി പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അയ്യോ അക്കേ, ഞങ്ങൾക്കന്ന് കല്യാണത്തിന് വരാൻ പറ്റത്തില്ലല്ലോ, അന്നേ ഓമനയുടെ ആങ്ങളയുടെ മോൻ്റെ കല്യാണമാണ്. ആ, നീ എൻ്റെ മോടെ കല്യാണത്തിനൊന്നും വരണ്ട, നീ അവളുടെ ആങ്ങളയുടെ മോൻ്റെ കല്യാണത്തിന് പോയാൽ മതി എന്ന് പറഞ്ഞ് ഉറക്കെ മൂത്തമ്മ ചിരിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. കല്യാണത്തിനൊരു 4-5 ദിവസം മുന്നേ അച്ഛനും അമ്മയും ചേച്ചിയും കൂടെ കൊല്ലത്ത് പോയി. ഞാനും അച്ചാച്ചനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നു. കുറെ നേരം TV ഒക്കെ കണ്ടിരുന്ന എനിക്ക് ബോറടിച്ചു. വീടാകെ പരതിയപ്പോൾ ഒരു കത്രിക കിട്ടി. കത്രിക കയ്യിൽ കിട്ടിയ ഞാൻ പേപ്പറൊക്കെ കട്ട് ചെയ്ത് ക്ഷീണിച്ചപ്പോൾ കളി പിന്നെ എൻ്റെ മുടിയിലായി. കുറേ മുടി മുന്നിലോട്ടിട്ട് ഞാൻ ഒന്ന് വെട്ടി. ആദ്യം കുറച്ച് നീളം കുറച്ചു. അപ്പോൾ പല ഓർഡറിൽ കിടക്കുന്നു. അപ്പോൾ വീണ്ടും നീളം കുറച്ച്. നീളം കുറയുന്നതല്ലാതെ ഞാൻ വെട്ടിയിട്ട് ഒരു ഷേപ്പും ഉണ്ടായില്ല. അപ്പോഴേക്കും പേടിയായി, കാരണം വളരെ വൃത്തികേടായിരുന്നു കാണാൻ. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും അമ്മയും ചേച്ചിയും വന്നു. വെട്ടിയ മുടി അവരാരും കാണാതിരിക്കാനായി അലമാരിയുടെ കീഴിലേക്ക് തൂത്ത് കയറ്റി. കത്രിക എടുത്തെടുത്ത് തന്നെ വെച്ചു. ബോ എടുത്ത് മുകളിലേക്ക് കയറ്റി വെച്ചു. വെട്ടിയ മുടി ആരും കാണരുതല്ലോ. അമ്മയുടെ അടുത്ത് ഞാൻ പമ്മി പറഞ്ഞു, അമ്മേ, ഇനി മുതൽ ഞാൻ ബോ ഇങ്ങനെ വെക്കുന്നതേ ഉള്ളൂ. അമ്മ പറഞ്ഞു, ആ ശരി, അങ്ങനെ മതിയെന്ന്. കുറേ നേരം കഴിഞ്ഞ് മനീഷ ചേച്ചി ഒരു മുടിയുടെ തുമ്പുമായി വന്നു. അമ്മേ, പൊന്നു മുടി വെട്ടിയെന്ന് തോന്നുന്നു, ദാ കണ്ണാടിയുടെ കീഴിൽ നിന്ന് കിട്ടിയതാ. ഞാൻ ആകെ ഒന്ന് ഞെട്ടി. ചേച്ചിയും അമ്മയും എന്നെ അടിമുടി പരിശോധിച്ചു. കണ്ടില്ലേ കോലം? അയ്യേ. ആദ്യം അവർ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നെ ആവശ്യത്തിന് വഴക്ക് പറഞ്ഞു. എന്നിട്ട് മനീഷ ചേച്ചി തന്നെ എങ്ങനെയെങ്കിലും ഒരുവിധം കയറിയും ഇറങ്ങിയും കിടന്ന മുടി ഒന്ന് ഷേപ്പാക്കാൻ നോക്കി. എവിടുന്ന് ഷേപ്പാക്കാൻ? അറഞ്ചം പുറഞ്ചം വെട്ടിപ്പോയില്ലേ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 2-3 ദിവസം കഴിഞ്ഞാൽ കല്യാണമാണ്. കല്യാണത്തിന് വരുന്നവരും പോന്നവരും എല്ലാവർക്കും അറിയേണ്ട പൊന്നുവിൻ്റെ മുടിക്ക് എന്ത് പറ്റി, ആരാ ഇങ്ങനെ വെട്ടിയത്? എല്ലാവരോടും അമ്മയും മനീഷ് ചേച്ചിയും ഫുൾ കഥ എക്സ്പ്ലനേഷൻ. ഞാൻ ഈ കഥ ഇപ്പോൾ ഓർക്കാൻ എന്താ കാരണമെന്ന് നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ 2 മാസത്തെ അവധിക്കാലത്ത് എൻ്റെ മകൻ ഒരു ചെറിയ കുരുത്തക്കേട് കാണിച്ചു. അവൻ കണ്ണാടിയിൽ നോക്കി നോക്കി നിന്ന് അവൻ്റെ അച്ഛൻ്റെ ഷേവിങ് സെറ്റ് എടുത്ത് 2 പിരികവും കുറേശ്ശെ അങ്ങ് വടിച്ചു കളഞ്ഞു. എന്നിട്ട് ആരും അറിയാത്ത പോലെ ഇരുന്നു. കുറേ നേരം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ദേവയുടെ പിരികം 2 കാണാനില്ല. ഞാൻ തുടച്ചൊക്കെ നോക്കി, ഒരു രക്ഷയുമില്ല. 2 പിരികത്തിൻ്റെയും പകുതി എലി കയറേണ്ടതുപോലെയുണ്ട്. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് കരയണോ ചിരിക്കണോ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാൻ വയ്യ. എന്നിട്ട് അവനോട് ചോദിച്ചു, മോനെ, നീ എന്ത് വേലയാ കാണിച്ചത്? അവൻ ഉറക്കെ കരഞ്ഞു. ഇനി മേലാ ഞാൻ ചെയ്യില്ലമ്മേ, അറിയാതെ ചെയ്തു പോയതാ. എനിക്കവനെ വഴക്കൊന്നും പറയാൻ തോന്നിയില്ല. കാരണം പണ്ടുള്ളവർ പറയാറില്ലേ, അപ്പന് പിറന്നാൽ അപ്പടി ഇരിക്കുമെന്ന്. പക്ഷേ ആ പഴഞ്ചൊല്ലിൽ ചെറിയൊരു തിരുത്തുണ്ട്. അമ്മയ്ക്ക് പിറന്നാൽ ഇപ്പടി ഇരിക്കും.